ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഐസസ് വ്ലോഗ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ടിപ്സും കുറച്ച് ട്രിക്സും തരാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളിപ്പോൾ പെരുന്നാളാണ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാതിരി ടിപ്പിൻ്റെയും ട്രിക്സിൻ്റെയും ഒക്കെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇടുന്നത്. കുറേ പേരോട് ഞാൻ പറയും കുറേ ഫേഷ്യലോ കുറേ പാക്കുകളോ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല, മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കണം, നല്ല അടിപൊളിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൻ കെയർ നോക്കണം എന്ന്. സ്കിൻ കെയറിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര എക്സ്പെൻസീവാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരും അങ്ങനെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികം കാശ് ചിലവില്ലാതെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഗ്ലോ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ അല്ല അധികം എക്സ്പെൻസീവ് അല്ലാതെയും ഒട്ടും എക്സ്പെൻസീവ് അല്ലാത്ത സംഭവങ്ങളാണ്. എന്നാൽ നിങ്ങൾക്ക് നല്ല മാതിരി തന്നെ നിങ്ങളുടെ മുഖത്തിന് നല്ല ഗ്ലോയും നല്ലൊരു ബ്രൈറ്റ്നസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയായിരിക്കും. ഞാനൊരു 100% ഞാൻ ഷുവർ പറയുകയാണ് നിങ്ങളുടെ അടുത്ത് കേട്ടോ. ഞാനൊരു 4 ടിപ്സാണ് നിങ്ങൾക്ക് പറയുന്നത്. അതും നിങ്ങൾക്ക് ടൈം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതാണ്. അതായത് നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും പറ്റിയിട്ടൊക്കെയുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മെയിനായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഈ 4 സംഭവം നിങ്ങൾ ഓവർനൈറ്റ് നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളിത് ചെയ്താൽ മതി. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് എടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ ബോഡി ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. ആദ്യത്തെ സ്റ്റെപ്പിലല്ല ഞാനിവിടെ പറയുന്നത് അലോവേര ജെല്ല്. കുറേ പേരുടെ വീട്ടിലും ഉള്ള സംഭവമായിരിക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എന്താണ്, അത്ര ഗുണമുള്ള സാധനം, അത്ര അടിപൊളിയായിട്ടൊരു സംഭവമാണ് ഈ അലോവേര ജെല്ല് എന്ന് പറയുന്നത്. ഈ അലോവേര ജെല്ല് അത്രമേൽ അടിപൊളിയായിട്ടുള്ള സംഭവം കൂടിയാണ്. നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലങ്ങൾ നിങ്ങൾ ഓവർനൈറ്റ് അപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു സംഭവം നിങ്ങൾ എടുക്കാം. അതായത് നിങ്ങൾക്ക് നൈറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും അലോവേര ജെല്ലിൻ്റെ ചെടി നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ പറിച്ചെടുത്ത് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് തേക്കുക. കുറച്ച് നേരം പിടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ കിടന്നുറങ്ങുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഇതാണ് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്. എത്ര വലിയ ജോലിക്കാരായാലും ഈ ഒരു 5 മിനിറ്റ് മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, വേറൊരു ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ആദ്യത്തെ ടിപ്പ് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 100% ഞാൻ പറയാണ്, ഷുവർ ഞാൻ പറയാണ്, നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ഉണ്ടല്ലോ, ഒലീവ് ഓയിൽ യൂസ് ചെയ്ത് നിങ്ങളുടെ തലയിൽ നന്നായിട്ട് തന്നെ സ്കാൽപ്പിൽ മസാജ് ചെയ്തിട്ട് അതൊന്ന് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് കെട്ടി വെച്ച് കിടന്നുറങ്ങുക. വീക്കിലി ഒരു 2 പ്രാവശ്യം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഹെയർ നല്ല ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഇതൊരു അടിപൊളി സംഭവമാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു സംഭവം കൂടിയാണ്. നിങ്ങളുടെ മുടി നല്ല അടിപൊളിയായിട്ട് വളരാൻ വേണ്ടി മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്കും ഇത് അടിപൊളിയായിട്ട് ഞാൻ പറയുകയാണ്. നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്ത് കിടക്കുന്നത് നല്ലതാണ്. എന്നും അപ്ലൈ ചെയ്യരുത്. എന്നും നമ്മുടെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് അത്ര വലിയ നല്ല കാര്യമല്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാനിവിടെ പറയുന്ന ഐസ് ക്യൂബ്. ഒട്ടും ചിലവില്ലാത്തൊരു കാര്യമാണ് ഐസ് ക്യൂബ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ ഒരു ഇതിൽ കുറച്ച് ഐസ് ക്യൂബ് വയ്ക്കാനായിട്ട് നമുക്ക് എന്തോരം പണി വേണം. ഐസ് ക്യൂബ് വെച്ചിട്ട് അതൊന്ന് നമ്മുടെ മുഖത്ത് നന്നായിട്ട് തന്നെ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളോട് ആൾക്കാർ വന്ന് ചോദിക്കും എന്താ മുഖത്ത് എന്താണ് തേച്ച് നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ കാണാൻ അത് പറയുന്നത് നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. അതൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഐസ് ക്യൂബ് അടിപൊളിയായിട്ട് ഞാൻ പറയുകയാണ്. ഐസ് ക്യൂബ് അത്ര നല്ലൊരു സംഭവമാണ്. ഈ ഐസ് ക്യൂബ് വെച്ച് നമ്മുടെ മുഖം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പിൻ്റെ കാര്യമാണ്. ലിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ക്രബ്, ഞാൻ കുറേ വീഡിയോസിലായിട്ട് ലിപ് സ്ക്രബ് ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ DIY ലിപ് സ്ക്രബുകളും അതേപോലെ തന്നെ ഞാൻ പുറത്തുനിന്ന് മേടിച്ച സ്ക്രബുകളൊക്കെ ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രബ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് അത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നിങ്ങളൊരു ലിപ് ബാം യൂസ് ചെയ്ത് കിടന്നുറങ്ങാം. ഈ 4 സ്റ്റെപ്പും നിങ്ങൾ മറക്കാതെ ഷുവറായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100% ഞാൻ 100% ഞാൻ ഉറപ്പ് തരാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ മുഖം എന്തായാലും നല്ല ഗ്ലോ ആവും. നിങ്ങളുടെ ഫുൾ ബോഡി, അതായത് നിങ്ങളുടെ ഹെയറും നിങ്ങളുടെ ലിപ്പും നിങ്ങളുടെ ഫേസും ഒക്കെ പാടെ നല്ല അടിപൊളി റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം കൂടിയാണ് കേട്ടോ. ഇതിൽ സ്കിപ്പ് ചെയ്തൊരു 4 സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തോരം നേരം വേണം, ഒട്ടും സമയം വേണ്ടാത്തൊരു സംഭവമാണ്. അതന്നെ ഒട്ടും കാശ് ചിലവില്ലാത്ത നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ സ്റ്റെപ്പുകളാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.